ക്രിസ്മസിന് മാർക്ക് കുറഞ്ഞോ? There is no scene. ഓണത്തിന് മാർക്ക് കുറഞ്ഞോ? There is no scene. നിങ്ങളോട് ആരും ചോദിക്കാൻ പോകുന്നില്ല. പക്ഷേ ആനുവൽ എക്സാമിന് മാർക്ക് നിങ്ങളോട് ചോദിക്കും. ഈ പറഞ്ഞിട്ടുള്ള ക്ലാസ് 7 to ക്ലാസ് 10 വരെയുള്ള ഏത് ക്രാഷ് ബാച്ചും നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് തരാം. ഞാൻ എക്സാമിനർ ഫ്രീ ആയിട്ട്. ഹലോ എക്സാമിനർ ഫാമിലി മക്കളെ, നിങ്ങൾ ക്രിസ്മസ് എക്സാം ഒക്കെ നല്ല തകർത്ത് എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. സ്വാഭാവികമായിട്ടും ക്രിസ്മസ് എക്സാം നല്ലോണം എഴുതിയവർ കുറച്ച് പേരുണ്ടാവും. ക്രിസ്മസ് എക്സാമിന് കുറച്ച് മാർക്ക് കുറഞ്ഞവർ, എനിക്ക് ആൻസർ ടീച്ചർമാർ തരുമ്പോൾ അയ്യോ എനിക്ക് മാർക്ക് കുറവാണ്, ടീച്ചർമാരെ ഇന്ന് വഴക്ക് കേൾക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റെ കയ്യിൽ നിന്ന് അച്ഛനും അമ്മേൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കുമെന്ന് പറയുന്നവരൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാനൊരു കാര്യം ആദ്യം തന്നെ പറയട്ടെ മക്കളെ, നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൻ്റെ മാർക്ക്, ക്രിസ്മസ് എക്സാമിന് ഇനി നിങ്ങൾക്ക് എന്ത് ആൻസറിൽ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് 80-ൽ 30 കിട്ടിയാലും 80-ൽ 40 കിട്ടിയാലും 80-ൽ 50 കിട്ടിയാലും 80-ൽ 60 70 കിട്ടിയാലൊന്നും നിങ്ങളുടെ ലൈഫിന് അതൊന്നും ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്ന കാര്യമല്ല. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ഒരൊറ്റ കാര്യം ഉണ്ടാവുള്ളൂ, എങ്ങനെയായിരിക്കും ഞാൻ ആനുവൽ എക്സാം എഴുതാൻ പോകുന്നത്. എനിക്ക് ഈ പറഞ്ഞിട്ടുള്ള കുറച്ച്, ഇപ്പോൾ നമുക്കറിയാം ഓണം എക്സാമിന് കുറച്ച് ചാപ്റ്റേഴ്സ്, ക്രിസ്മസ് എക്സാമിന് കുറച്ച് ചാപ്റ്റേഴ്സ്, അങ്ങനെയായിരുന്നു നമ്മൾ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷേ ഒരു 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 ഡിഫിക്കൽട്ടി ലെവൽ എവിടെയാണ് മാറുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആനുവൽ എക്സാമിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ക്രിസ്മസിന് പഠിച്ച 3-4 ചാപ്റ്റർ ആയിരിക്കില്ല, ഓണത്തിന് പഠിച്ച 3-4 ചാപ്റ്റർ ആയിരിക്കില്ല, ആനുവൽ എക്സാമിന് മുഴുവനായിട്ട് പാർട്ട് 1 പാർട്ട് 2 നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് സാധനം വരും. അപ്പം നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഓണം എക്സാമിന് ഈ ചെറിയ കുഞ്ഞ് 1-2 ചാപ്റ്ററിന് പോലും പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ, മാർക്ക് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കി ആനുവൽ എക്സാമിന് ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നാലുള്ള അവസ്ഥ നിങ്ങൾ ബുദ്ധിമുട്ടില്ലേ? ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സാർ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾ ആർക്കെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾ വഴിതെറ്റി ഇപ്പോൾ കാട്ടിനുള്ളിൽ ഇരുട്ടിലിങ്ങനെ പോകുന്നവരാണെങ്കിൽ, എങ്ങോട്ടാണ് എനിക്ക് പോകേണ്ട അറിയാതെ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അറിയാണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. നമുക്ക് ക്ലാസ് 6 to ക്ലാസ് 12 വരെ നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ചസ് ഉണ്ട്. അതവിടെ നിൽക്കട്ടെ, സാർ അതല്ല പറയാൻ വന്നത്. ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വന്ന് ഇത്രേ ഉള്ളൂ. നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ക്രാഷ് ബാച്ച് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, എന്താ ഈ പറയുന്നത് ക്രാഷ് ബാച്ച് എന്ന് പറഞ്ഞാൽ? സാർ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരുപാട് ചാപ്റ്ററിൻ്റെ പഠിക്കാൻ വേണ്ടിയിട്ട്, ഒരുപാട് കാര്യങ്ങളുടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഇതിനൊക്കെ നിങ്ങൾക്ക് കംപ്രസ്ഡ് രൂപത്തിൽ കിട്ടി എങ്ങനെ ഉണ്ടാവും? നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന സാധനമാണല്ലേ ഈ പറഞ്ഞിട്ടുള്ള വളരെ കുറഞ്ഞ സമയം കൊണ്ട് കുറേ ചാപ്റ്റർ പഠിക്കാൻ പറ്റിയെങ്കിൽ എങ്ങനെ ഉണ്ടാവും, 5 മണിക്കൂർ കൊണ്ട് 10 ചാപ്റ്റർ പഠിക്കാൻ പറ്റിയ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ ആ ചിന്ത ഇതോടുകൂടി ഞാൻ മാറ്റിത്തരാം. ഈ ക്രാഷ് ബാച്ചിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ക്ലാസ് 7 ബാച്ചിലാണ്, ക്രാഷ് ബാച്ചിലാണ് ജോയിൻ ചെയ്യുന്നത് വിചാരിക്കാം. ആ ക്രാഷ് ബാച്ചിൽ നിങ്ങൾ ക്ലാസ് 7 എല്ലാ സബ്ജക്റ്റിൻ്റെയും ഓരോ നോട്ടും ഓരോ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും, ഓരോ ചാപ്റ്ററിൻ്റെ. അപ്പോൾ ഈ പറഞ്ഞ ക്രിസ്പായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള മൈൻഡ് മാപ്പ് പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. ഒപ്പം തന്നെ 2.5-3 മണിക്കൂറിൽ ലൈവിൽ ഇരുന്ന് നിങ്ങൾ കാണുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ 1-1.5-2 മണിക്കൂറിൽ നിങ്ങൾ കാണുന്ന സാധനങ്ങളെ മാക്സിമം ഒരു 40-45 മിനിറ്റിനുള്ളിൽ ഒരു തരി പോലും കണ്ടന്റ് ചോരാതെ തരത്തിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ 45 മിനിറ്റിൽ ഈ വീഡിയോ മൊത്തം കിട്ടുന്നതായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? ആവശ്യമില്ലാത്ത അനാവശ്യ സംസാരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ടു ദ ടോപ്പിക്, ടു ബി പ്രിസൈസ്, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ സാധനം നിങ്ങൾക്ക് ആ 45-50 മിനിറ്റിനുള്ളിൽ സാധനം കിട്ടും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. അവിടെ നിങ്ങൾക്ക് സമയലാഭമുണ്ട്. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഒരുപാട് ചാപ്റ്റർ കുറച്ച് സമയം ഒരു സിംഗിൾ സ്ട്രെച്ചിൽ നിങ്ങൾക്ക് ആ സാധനം പഠിക്കാനും പറ്റുന്നതായിരിക്കും. ഒപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, അതായത് ഈ പറഞ്ഞ ചാപ്റ്ററിൻ്റെ ഓരോ ഡെറിവേഷൻസ് ആയിക്കോട്ടെ, ഇപ്പോൾ കെമിസ്ട്രിയുടെ സയൻസിലായിക്കോട്ടെ ഡെറിവേഷൻസ് ആയിക്കോട്ടെ, സോഷ്യലിൻ്റെ കേസിലേക്കാണെങ്കിൽ ഒരുപാട് നിറഞ്ഞു കിടക്കുന്നുണ്ട്. ആ സാധനങ്ങളൊക്കെ ഇത്രയും കുറഞ്ഞ സമയത്തിൽ കിട്ടാൻ പോണേ. സമയലാഭം, പഠനം മുഖ്യം, മൈൻഡ് മാപ്പിൻ്റെ നോട്ട് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പം 10ാം ക്ലാസ്സിലെ മക്കളാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ട്രാ സാധനം സാർ പറഞ്ഞുതരാം. നിങ്ങൾ 10ാം ക്ലാസ്സിലെ ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു എക്സ്ട്രാ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് കൂടെ കിട്ടുന്നുണ്ടാവും ഫ്രീ ആയിട്ട്, കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും. അതായത് ഏകദേശം ഒരു 10,000 ക്വസ്റ്റ്യൻ, സാർ തള്ളുകയല്ല, 1000 ക്വസ്റ്റ്യനോളം നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. മാക്സിമം പുതിയ തരത്തിൽ കേട്ടോ, പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കിട്ടുന്നതായിരിക്കും. പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഫ്രീ ആയിട്ട്. പുറത്ത് നിങ്ങൾ 200-250 രൂപ കൊടുത്ത് കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു 300 രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന അത്രയും വലിയ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇനി എൻ്റെ മക്കൾക്ക് ഞാൻ പറയുകയാണ്, ഈ പറഞ്ഞിട്ടുള്ള ഓരോ ബാച്ചിൻ്റെയും നിങ്ങളുടെ സാർ ഇവിടെ വെച്ചിട്ടുണ്ട്. ക്ലാസ് 7 വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ക്ലാസ് 8 വെച്ചിട്ടുണ്ട്, ക്ലാസ് 9, ക്ലാസ് 10 വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ബാച്ചിലേക്കൊക്കെ എൻ്റെ മക്കൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു പ്രൈസ് കാണുന്നുണ്ടാവും അല്ലേ? ഇവിടെ എന്താണ്, ഇപ്പോൾ 10ൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2000 രൂപ, 1999 2000 രൂപ നിങ്ങൾ കൊടുത്താലേ ക്രാഷ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇവിടെ സന്തോഷ വാർത്ത കൂടെ സാർ പറഞ്ഞുതരാം. ഈ പറഞ്ഞിട്ടുള്ള ക്ലാസ് 7 to ക്ലാസ് 10 വരെയുള്ള ഏത് ക്രാഷ് ബാച്ചും നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് തരാം. ഞാൻ എക്സാമിനർ ഫ്രീ ആയിട്ട് തരാം. അതിൻ്റെ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ. ആ കണ്ടീഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ +1ലേക്ക്, ഇപ്പോൾ 10ാം ക്ലാസ്സിലെ മക്കളാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ, നിങ്ങൾ +1ലേക്ക് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ക്രാഷ് ബാച്ച് നിങ്ങൾക്ക് ഈ പറഞ്ഞ 2000 രൂപയുടെ സാധനം വിത്ത് ക്വസ്റ്റ്യൻ ബാങ്ക് അടക്കം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം.
അപ്പോൾ നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ അടുത്ത വർഷത്തേക്കുള്ള ബാച്ച് ആയിരിക്കണം നിങ്ങളുടെ ടാർഗറ്റ്. അവിടെ നിങ്ങൾ 10ാം ക്ലാസ് നിങ്ങൾ ഇപ്പോൾ ഉള്ള ക്ലാസ് നിങ്ങൾ സെക്യൂർ ആക്കി അതേപോലെ തന്നെ നിങ്ങൾ നെക്സ്റ്റ് ഇയറിലേക്കുള്ള ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിക്കാൻ സെറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. ക്ലാസ് 9ലാണെങ്കിൽ നിങ്ങൾ ക്ലാസ് 10ലേക്കുള്ള ലക്ഷ്യ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ആൽഫ ബാച്ചിൽ നിങ്ങൾക്ക് ക്രാഷ് ബാച്ച് ഫ്രീ ആയിട്ട് ആൽഫ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തവർക്കാണെങ്കിൽ പകുതി പൈസ കിട്ടും കേട്ടോ. ഞാൻ അതുകൂടെ ഞാൻ പറഞ്ഞുതരാം, എനിക്ക് വെയിറ്റ് ചെയ്യാം. ഈ പറഞ്ഞിട്ടുള്ള ബാച്ച് നിങ്ങൾ ഏതാണോ ക്ലാസ് 8 ആണെങ്കിൽ ക്ലാസ് 9ലേക്കുള്ള ബാച്ചിൽ ജോയിൻ ചെയ്താൽ ക്ലാസ് 8ലെ ക്രാഷ് ബാച്ച് ഫ്രീ ആയിട്ട് കിട്ടും. ക്ലാസ് 7 ആണെങ്കിൽ നിങ്ങൾ ക്ലാസ് 8ലേക്കുള്ള ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് 7ൻ്റെ ക്രാഷ് ബാച്ച് ഫ്രീ ആയിട്ട് കിട്ടും. പക്ഷേ ഇവിടെ ഒരു ക്യാച്ച് കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ബാച്ചിലേക്ക് ഉള്ള മക്കളാണെങ്കിൽ നിങ്ങളൊരു 50% നിങ്ങൾക്ക് ഓഫറിൽ ക്രാഷ് ബാച്ച് കിട്ടുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ക്രാഷ് ബാച്ച് മാത്രമായിട്ട് വേണ്ട, ഓൾറെഡി നമ്മുടെ ബാച്ചിലുള്ള ആളാണെന്ന് വിചാരിക്കും, നിങ്ങൾക്ക് ഒരു 50% ഓഫറും കൂടെ തരാം, പകുതി പൈസ കൊടുത്താൽ മതി. മക്കളെ ഓൾറെഡി ഞാനൊരു കാര്യം പറയട്ടെ, ബാച്ചിൽ ജോയിൻ ചെയ്ത ആൽഫ ബാച്ചിലും ലക്ഷ്യ ബാച്ചിലും ശക്തി ബാച്ചിലും സൃഷ്ടി ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത മക്കളാണെങ്കിൽ നിങ്ങൾ ക്രാഷ് ബാച്ചിൻ്റെ ആവശ്യമേ നിങ്ങൾക്കില്ല. അത് വേറെ കാര്യം. കാരണം നിങ്ങൾ ഓൾറെഡി അവിടെ പഠിച്ച് സെറ്റാണ്. നിങ്ങൾക്ക് ഇത് ജസ്റ്റ് എക്സ്ട്രാ ഇനി പൈസ കൊടുത്ത് ജോയിൻ ചെയ്യണം താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്തോ, സാറും തടസ്സം ചെയ്യില്ല. പക്ഷേ നിങ്ങൾക്ക് ഇനഫാണ്. ബാച്ചിൽ ജോയിൻ ചെയ്ത മക്കളാണെങ്കിൽ നിങ്ങൾക്ക് അത് ഇനഫാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സാധനം നിങ്ങൾക്ക് തരാനൊന്നുമില്ല. നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരിക, നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത ഒരാളാണ് ഇത് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത കൊല്ലത്തേക്കുള്ള ക്ലാസ്സിൻ്റെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ക്രാഷ് ബാച്ച് ഫ്രീ ആയിട്ട് കിട്ടുന്നില്ല എപ്പോഴും നല്ലത്. വിത്ത് ഈ പറഞ്ഞ 10ാം ക്ലാസ്സിലാണെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്ക് കിട്ടും. 10ാം ക്ലാസ്സിലെ മക്കൾക്കാണെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്ക് കിട്ടും. ഇനി ഈ പറഞ്ഞിട്ടുള്ള ഈ സാർ ഇവിടെ ഇങ്ങനെ കാണിച്ചു തരാം. ഈ കാണുന്ന ഓരോ ഡേറ്റിലായിരിക്കും ഓരോ ക്ലാസ്സിൻ്റെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതും കൂടെ സാർ ഇവിടെ ഇങ്ങനെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം, നോക്കിയാൽ മതി. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാണെന്ന് കാണിച്ചെന്നുള്ളൂ. ഇനി നമുക്ക് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഉറപ്പായിട്ടും താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് 7592909021ലേക്ക് 22ലേക്ക് വിളിക്കുക. നമുക്ക് ഒരുമിച്ച് അടിപൊളിയായിട്ട് ആനുവൽ എക്സാം എന്ത് ചെയ്യണം, പഠിക്കണം, സെറ്റാക്കണം. ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ക്രിസ്മസിന് മാർക്ക് കുറഞ്ഞോ, ദർ ഇസ് നോ സീൻ. ഓണത്തിന് മാർക്ക് കുറഞ്ഞോ, ദർ ഇസ് നോ സീൻ. നിങ്ങളോട് ആരും ചോദിക്കാൻ പോകുന്നില്ല. പക്ഷേ ആനുവൽ എക്സാമിന് മാർക്ക് നിങ്ങളോട് ചോദിക്കും. കാരണം ചോദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ നെക്സ്റ്റ് ഇയറിലേക്ക് പോകുമ്പോൾ ആ നെക്സ്റ്റ് ഇയറിലേക്ക് പോകുന്നതിൻ്റെ ഒരു ബേസ് എന്താ? നിങ്ങളുടെ ഈ പറഞ്ഞ ആനുവൽ എക്സാമിന് മാർക്കാണ്. പഠിക്കാൻ റെഡി ആയിക്കോ, സെറ്റ് ആയിക്കോ, ആരും പേടിപ്പിക്കാനൊന്നുമില്ല. ഉറപ്പായിട്ട് നമ്മൾ ബാച്ചിൽ ജോയിൻ ചെയ്താൽ ഇതൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വിത്ത് ടൈം ടേബിൾ പ്രകാരം നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിൻ്റെ ഓരോ വീഡിയോസും ഓരോ ചാപ്റ്ററിൻ്റെ ഓരോ നോട്ട് നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾ പോലും അറിയാണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പഠിച്ചാൽ മാത്രം മതി. ടൈം ടേബിളൊന്നും ഇല്ലാത്തവർ ഉറപ്പായിട്ടും ഈ ബാച്ചിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ബെനിഫിറ്റ് ഉണ്ടാവും. ഹരിസാറാ പറയണം. ബൈ. അപ്പോൾ നമുക്ക് ഇനിയും കാണാം ഈ പറഞ്ഞിട്ടുള്ള ബാച്ചിൽ.